ടൗണിലെ ജനറൽ ഹോസ്പിറ്റലിൽ ഉമ്മയെ അഡ്മിറ്റ് ചെയ്ത ശേഷം റഷീദ് ബൈക്കിൽ തിരികെ വരികയായിരുന്നു. സമയം രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. ആകാശത്ത് കറുത്ത മേഘങ്ങൾ വട്ടമിട്ട് പറന്നിരുന്നു. കനത്ത മൂടൽമഞ്ഞ് കാരണം മുന്നോട്ടുള്ള റോഡ് കൃത്യമായി കാണാൻ കഴിയുന്നില്ല. വിജനമായ ആ ഗ്രാമീണ റോഡിൽ അവൻ്റെ ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചം മാത്രമാണ് ആകെയുള്ള ആശ്വാസം. വഴിയുടെ ഇരുവശത്തുമുള്ള റബ്ബർ തോട്ടങ്ങൾ ഇരുട്ടിൽ നിഗൂഢമായ ഏതോ രാക്ഷസന്മാരെ പോലെ നിന്നു. തണുത്ത കാറ്റ് അവൻ്റെ കവിളുകളിൽ വന്ന് അടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വീടെത്തുന്നതിന് കൃത്യം 1/2 കിലോമീറ്റർ മുമ്പ് ഒരു താക്കീതുമില്ലാതെ അവൻ്റെ ബൈക്ക് ഒന്ന് അരണ്ടു വിറച്ചു. എഞ്ചിനിൽ നിന്ന് ഒരു വിചിത്രമായ ശബ്ദം കേട്ടു. തൊട്ടടുത്ത നിമിഷം ബൈക്ക് പൂർണ്ണമായും ഓഫായി. ഹെഡ്ലൈറ്റും അണഞ്ഞു. റഷീദ് ബൈക്ക് മെയിൻ സ്റ്റാൻഡിലിട്ട് പലതവണ കിക്ക് ചെയ്ത് നോക്കി. പക്ഷേ എഞ്ചിൻ അനങ്ങിയില്ല. ഇതിപ്പോൾ എന്തു പറ്റി? വൈകുന്നേരം അടിച്ച പെട്രോൾ ഉള്ളതാണല്ലോ. അവൻ പെരുപെരുത്തു. മൊബൈൽ ഫോൺ എടുത്തു നോക്കിയപ്പോൾ ഡിസ്പ്ലേയിൽ ഒരൊറ്റ ബാർ സിഗ്നൽ പോലുമില്ല. റേഞ്ച് പൂർണ്ണമായും പോയിരിക്കുന്നു. മറ്റൊരു വഴിയുമില്ലാതെ അവൻ ബൈക്കിൻ്റെ ഹാൻഡിലിൽ പിടിച്ച് മുന്നോട്ട് തള്ളാൻ തുടങ്ങി. ആ വിജനമായ റോഡിൽ അവൻ്റെ ചെരുപ്പിൻ്റെ ശബ്ദവും ബൈക്കിൻ്റെ ടയർ ഉരുളുന്ന ശബ്ദവും മാത്രം കേട്ടു. വീടെത്തുന്നതിന് മുമ്പ് റോഡിൻ്റെ ഇടതുവശത്തായി ഒരു പഴയ പള്ളിത്തോടിയുണ്ട്. പണ്ടെപ്പോഴോ ആളുകൾ ഉപേക്ഷിച്ച കാട് പിടിച്ച് കിടക്കുന്ന ഒരു പഴയ ഖബർസ്ഥാനാണത്. വലിയൊരു ആൽമരം ആ പള്ളിത്തോടിയുടെ അതിരിലായി നിൽപ്പുണ്ട്. പകൽ സമയത്ത് പോലും ആളുകൾ ഭയത്തോടെ മാത്രം നോക്കുന്ന ഒരിടം. ആ പള്ളിത്തോടിയുടെ പരിസരത്തേക്ക് റഷീദ് എത്താറായപ്പോൾ പെട്ടെന്നാണ് അവൻ്റെ മൂക്കിലേക്ക് ആ മണം അടിച്ച് കയറിയത്. കടുത്തൊരു ദുർഗന്ധം. ചത്ത ഏതെങ്കിലും മൃഗത്തിൻ്റേതാവുമെന്നാണ് അവൻ ആദ്യം കരുതിയത്. എന്നാൽ മുന്നോട്ട് നടക്കുന്തോറും ആ മണം വായുവിൽ കട്ട പിടിച്ചു നിൽക്കുന്നത് പോലെ തോന്നി. മനുഷ്യമാംസം ചീഞ്ഞു മാറുന്ന അസഹ്യമായ ഒരു ജീർണിച്ച മണം റഷീദിന് വറ്റി വരണ്ട തൊണ്ടയിലൂടെ ഓക്കാനം വന്നു. അവൻ ഇടതുകൈ കൊണ്ട് മൂക്ക് കട്ടിക്ക് പൊത്തിപ്പിടിച്ചു. പെട്ടെന്നാണ് ആൽമരത്തിൻ്റെ ചുവട്ടിലെ ഇരുളിലേക്ക് അവൻ കണ്ണുകൾ ചെന്നത്. അവിടെ ആരോ ഇരിക്കുന്നുണ്ട്. കണ്ണുകൾ കൂർപ്പിച്ച് നോക്കിയപ്പോൾ അതൊരു സ്ത്രീ രൂപമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. മുഷിഞ്ഞ വസ്ത്രമാണ് അവൾ ധരിച്ചിരിക്കുന്നത്. തല മുട്ടോളം താഴ്ത്തി നീണ്ട മുടിവിളകൾ മുന്നോട്ടിട്ട് അവൾ റോഡിലേക്ക് തിരിഞ്ഞു നോക്കാതെ നിശ്ചലമായി ഇരിക്കുകയായിരുന്നു. അർദ്ധരാത്രിയിൽ ഒട്ടും ജനവാസമില്ലാത്ത ഈ പള്ളിത്തോടിയിൽ ഒരു സ്ത്രീ എന്തിനിരിക്കുന്നു? റഷീദിൻ്റെ ഉള്ളിലെ ഭയത്തിൻ്റെ ആദ്യത്തെ വിത്ത് മുളപൊട്ടി. ആരാത്? ഈ പാതിരാത്രിയിൽ ഇവിടെ എന്താ കാര്യം? റഷീദ് പലരെ ശബ്ദത്തിൽ ചോദിച്ചു. മറുപടിയൊന്നും ഉണ്ടായില്ല. അവൾ ഒരു ശില പോലെ ഇരുന്നു. റഷീദിന് ബൈക്ക് അവിടെ വെച്ച് ഓടാൻ തോന്നി. പക്ഷേ ഉള്ളിലെ എന്തോ ഒരു കൗതുകം, അല്ലെങ്കിൽ ഒരു അദൃശ്യ ശക്തി അവനെ അവളിലേക്ക് അടുത്തേക്ക് വലിച്ചു. അവൻ ബൈക്ക് സൈഡിലേക്ക് ഒതുക്കി നിർത്തി പതിയെ പള്ളിത്തൊടിയുടെ അരികിലേക്ക് ചുവടുകൾ വെച്ചു. അവളിലേക്ക് അടുക്കുന്തോറും ആ ജീർണിച്ച മണം അതിൻ്റെ പരകോടിയിലെത്തി. അവൻ്റെ കണ്ണുകളിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. ചോര മരവിക്കുന്ന തണുപ്പ് അവൻ്റെ ശരീരത്തിലുടനീളം പടർന്നു. അവൻ അവളുടെ തൊട്ടടുത്തെത്തി. തൊട്ടു മുന്നിലിരിക്കുന്ന അവളുടെ തോളിൽ തൊട്ട് വിളിക്കാനായി അവൻ കൈനീട്ടി. തൊട്ടടുത്ത നിമിഷം ആ രൂപം പെട്ടെന്ന് തലതിരിച്ചു. റഷീദിൻ്റെ ശ്വാസം അവളുടെ നിലച്ചുപോയി. അവൾക്ക് മുഖമില്ലായിരുന്നു. കൺകുഴികളിൽ കണ്ണുകളില്ല. വെറും കറുത്ത 2 അഗാധമായ ഗർത്തങ്ങൾ. കവിളിലെ മാംസം ഉരുകിയൊലിച്ച് പഴുത്ത പുഴുക്കൾ അതിലൂടെ അരിച്ചു കയറുന്നുണ്ടായിരുന്നു. വായ തുറന്നപ്പോൾ അതിൽ നിന്നും കറുത്ത രക്തം ഉറ്റിറ്റു വീണു. ഉമ്മ! റഷീദ് അലറിക്കരഞ്ഞുകൊണ്ട് പിന്നോട്ട് മറിഞ്ഞു വീണു. ബൈക്ക് അവിടെ തന്നെ ഉപേക്ഷിച്ച് തിരിഞ്ഞു പോലും നോക്കാതെ അവൻ വീട്ടിലേക്ക് ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. വീട്ടിലെത്തി വാതിലടച്ച് 3-4 തവണ കാപ്പുകളിട്ട ശേഷമാണ് റഷീദിന് ശ്വാസം നേടി വീണത്. അവൻ്റെ നെഞ്ച് പടപടായിരിക്കുകയായിരുന്നു. വിയർപ്പ് തുള്ളികൾ അവൻ്റെ നെറ്റിൽ നിന്ന് ഒലിച്ചിറങ്ങി. മുറിയിലെ എല്ലാ ലൈറ്റുകളും അവൻ ഓൺ ചെയ്തു. ജനലുകളിലെല്ലാം ഇരുമ്പ് കൊടുത്തിട്ട് അവൻ പൂട്ടി. അന്ന് രാത്രി അവന് ഒരടി ഉറങ്ങാൻ കഴിഞ്ഞില്ല. കണ്ണടയ്ക്കുമ്പോൾ ആ മുഖമില്ലാത്ത പുഴുക്കൾ അരിച്ച രൂപം അവൻ്റെ മുന്നിൽ തെളിയും. അതിനേക്കാൾ അവനെ ഭയപ്പെടുത്തിയത് മറ്റൊന്നാണ്, ആ ജീർണിച്ച മണം. അവൻ വാതിലടച്ച് മുറിക്കുള്ളിൽ ഇരുന്നിട്ടും ആ കടുത്ത ദുർഗന്ധം അവൻ്റെ മൂക്കിൽ നിന്ന് മാറുന്നില്ലായിരുന്നു. അവൻ ബാത്റൂമിൽ കയറി സോപ്പ് തേച്ച് 3 തവണ മുഖം കഴുകി. എന്നിട്ടും ആ മണം മാറുന്നില്ല. അവൻ കരുതിയത് തൻ്റെ വസ്ത്രത്തിൽ എവിടെ ആ മണം പറ്റിപ്പിടിച്ചിട്ടുണ്ടാകുമെന്നാണ്. അവൻ വസ്ത്രങ്ങളെല്ലാം മാറി പുതിയവ ധരിച്ചു. വീട്ടിലുണ്ടായിരുന്ന പെർഫ്യൂം മുഴുവൻ ശരീരത്തിലടിച്ചു. എന്നിട്ടും ആ മാറ്റം അന്തരീക്ഷത്തിൽ ഒഴുകി നടന്നു. പിറ്റേന്ന് രാവിലെ ആയിട്ടും റഷീദിൻ്റെ ഭയം വിട്ടുമാറിയില്ല. ഉമ്മ ഹോസ്പിറ്റലിലായതുകൊണ്ട് വീട്ടിൽ അവൻ പൂർണ്ണമായും ഒറ്റയ്ക്കായിരുന്നു. ആഹാരം കഴിക്കാനിരുന്നപ്പോൾ ചോറിന് പോലും ആ ജീർണിച്ച മാംസത്തിൻ്റെ രുചിയാണ് അവന് തോന്നിയത്. ഒടുവിൽ അവൻ ഭക്ഷണം മുഴുവൻ ബേസിനിൽ ഛർദ്ദിച്ചു കളഞ്ഞു. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. 3 ദിവസങ്ങൾ, 4 ദിവസങ്ങൾ. റഷീദ് ഒന്ന് ഉറങ്ങിയിട്ട്
ഉറക്കമില്ലായ്മ അവനെ ഒരു ജീവച്ഛവമാക്കി മാറ്റിയിരുന്നു. അവൻ്റെ കണ്ണുകൾക്ക് ചുറ്റും കറുത്ത പാടുകൾ വീണു. കണ്ണുകളിലെ ചോരപ്പൊട്ടുകൾ ചുവന്നു തുടുത്തു. ശരീരം പെട്ടെന്ന് മെലിഞ്ഞുണങ്ങി. ഓരോ രാത്രിയിലും കൃത്യം 12 മണിയാകുമ്പോൾ പള്ളിത്തോടിയിൽ അനുഭവിച്ച അതേ തീവ്രതയോടെ ആ ജീർണിച്ച മണം അവൻ്റെ മുറിയിലേക്ക് ഇരച്ചു കയറും. അതോടൊപ്പം ജനലിൽ ആരോ നഖം കൊണ്ട് പോറുന്ന ശബ്ദവും മുറ്റത്തെ ഉണങ്ങിയ ഇലകൾ മുകളിലൂടെ ആരോ നടന്നു നീങ്ങുന്ന ശബ്ദവും അവൻ കേൾക്കാൻ തുടങ്ങി. ജനലിൽ വന്ന് മുട്ടുന്ന രൂപത്തെ കാണാൻ അവന് ധൈര്യമുണ്ടായിരുന്നില്ല. അവൻ പുതപ്പ് തലവഴി മൂടി ബെഡിൻ്റെ കോണിൽ ചുരുണ്ടുകൂടി കിടന്ന് കരഞ്ഞു. 5-ാം ദിവസം രാവിലെ സൂര്യവെളിച്ചം വന്നപ്പോൾ റഷീദ് ഒരു തീരുമാനമെടുത്തു. ഈ ഭ്രാന്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അന്ന് രാത്രി ഉപേക്ഷിച്ച് തൻ്റെ ബൈക്ക് തിരികെ കൊണ്ടുവരണം. പകൽ വെളിച്ചത്തിൻ്റെ ധൈര്യത്തിൽ അവൻ ആ പള്ളിത്തൊടിയിലേക്ക് നടന്നു. പക്ഷേ ആ സ്ഥലത്തെത്തിയ റഷീദ് അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. അവിടെ അവൻ്റെ ബൈക്കില്ലായിരുന്നു. അതുമാത്രമല്ല, വിചിത്രമായ കാര്യം, അന്ന് രാത്രി അവൻ കണ്ട ആൽമരമോ പള്ളിത്തൊടിയോ അവിടെയില്ല. പകരം ആ സ്ഥലത്ത് വള്ളിപ്പടർപ്പുകളും കള്ളിമുൾ ചെടികളും പടർന്നു പന്തലിച്ചു കിടക്കുകയാണ്. വർഷങ്ങളായി ആരും ആ വഴിക്ക് വന്നിട്ട് പോലുമില്ലാത്ത വിധം കാട് മൂടിക്കിടക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ ഇവിടെയല്ലേ ബൈക്ക് വെച്ചത്? അവൻ തലയ്ക്ക് കഴിച്ച് അവിടെ ഇരുന്നു. അവൻ്റെ തലച്ചോറ് പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നി. ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ റഷീദ് നേരെ ഓടിയത് ആ നാട്ടിലെ ഏറ്റവും പ്രായം ചെന്ന ചരിത്രങ്ങൾ അറിയാവുന്ന ഇബ്രാഹിം ഹാജിയുടെ വീട്ടിലേക്കാണ്. കിതച്ചുകൊണ്ട് തിണ്ണയിലേക്ക് കയറി വന്ന റഷീദിനെ കണ്ട് ഹാജി അത്ഭുതപ്പെട്ടു. എന്താടാ റഷീദേ, നീ ഇതെന്ത് കോലമാണത്? ഉറങ്ങിയിട്ട് എത്ര ദിവസമായി? ഹാജി ചോദിച്ചു. റഷീദ് ഹാജിയുടെ കൈകളിൽ പിടിച്ചു. ഹാജിയാരെ, എന്നെ രക്ഷിക്കണം. ആ പള്ളിത്തൊടി, അവിടെ ഒരു സ്ത്രീ. എൻ്റെ മൂക്കിൽ നിന്ന് ഈ ചീഞ്ഞ മണം മാറുന്നില്ല ഹാജിയാരെ, അവൻ കരഞ്ഞു പറഞ്ഞു. ഹാജി അവനെ ഒരു കസേരയിലിരുത്തി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. എന്നിട്ട് ഗൗരവത്തോടെ ചോദിച്ചു, നീ ഏത് പള്ളിത്തോടിയുടെ കാര്യമായി പറയുന്നത്? നമ്മുടെ റോഡരികിലെ ആ പഴയ പള്ളിത്തോടി, അവിടെ രാത്രി ഒരു സ്ത്രീ. ഹാജി അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. റഷീദേ, നിനക്ക് എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട്. നീ പറയുന്ന ആ പള്ളിത്തോടിയും അവിടെ ഉണ്ടായിരുന്ന ഖബറുകളും ഗവൺമെൻറ് റോഡ് വികസനത്തിന് വേണ്ടി 20 വർഷം മുമ്പ് മണ്ണുമാന്തി യന്ത്രം വെച്ച് തകർത്തതാണ്. ഇപ്പോൾ അവിടെ വെറുമൊരു വിജനമായ വളവ് മാത്രമാണ് ഉള്ളത്. റഷീദിൻ്റെ കാതുകളിൽ ആ വാക്ക് ഇടുത്തി പോലെ എന്ന് പതിച്ചു. ഹാജർ വെറുതെ പറയുകയാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ, അവിടെ ഒരു സ്ത്രീ. ഹാജി ഒരു ദീർഘശ്വാസം എടുത്ത് ചുറ്റും നോക്കി ശബ്ദം താഴ്ത്തി പറഞ്ഞു. പക്ഷേ നീ പറഞ്ഞ ആ സ്ത്രീയുടെ കാര്യം, അത് സത്യമാണ്. പണ്ട്, അതായത് 20 വർഷം മുമ്പ്, അപ്പോൾ പള്ളിത്തൊടി തകർക്കുന്നതിന് മുൻപ് അവിടെ ഒരു സ്ത്രീ താമസിച്ചിരുന്നു. അവരെ ആരോ ക്രൂരമായി കൊന്ന് ആ പള്ളിത്തൊടിയിലെ കാട്ടിൽ തള്ളിയതാണ്. ദിവസങ്ങൾക്ക് ശേഷമാണ് കടുത്ത ജീർണിച്ച മണമെന്ന നാട്ടുകാർ ആ മൃതദേഹം കണ്ടെത്തുന്നത്. അപ്പോഴേക്കും അത് പുഴുത്തഴുകിയിരുന്നു. കൊല്ലപ്പെട്ടത് ആരാണെന്നോ കൊന്നത് ആരാണെന്നോ എന്ന് വരെ പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട് റഷീദേ, ആ സ്ത്രീ കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുൻപ് അവരെ അവസാനമായി ജീവനോടെ കണ്ടത് എൻ്റെ ഉമ്മയായിരുന്നു. റഷീദ് തടിച്ചു നിന്നു. തൻ്റെ ഉമ്മയ്ക്ക് പഴയ കൊലപാതകവുമായി എന്താണ് ബന്ധം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഉമ്മയ്ക്ക് മാത്രമേ അറിയൂ. അവൻ കൂടുതൽ ചിന്തിക്കാതെ നേരെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു. ഉമ്മയോട് തന്നെ സത്യം ചോദിക്കണം. റഷീദ് ഹോസ്പിറ്റലിലെത്തി. ലിഫ്റ്റ് കയറി അവൻ ഉമ്മ കിടക്കുന്ന ICUവിൻ്റെ മുന്നിലെത്തി. പക്ഷേ അവിടെ കണ്ട കാഴ്ച അവനെ കൂടുതൽ തളർത്തി കളഞ്ഞു. ICUവിന് മുന്നിലെ കസേരകളിൽ അവൻ്റെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ഇരിപ്പുണ്ട്. എല്ലാവരുടെയും മുഖത്ത് കടുത്ത ദുഃഖമാണ്. അവൻ്റെ മാമിമാരും കാക്കമാരും ഒന്നിച്ചിരുന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. റഷീദ് പരിഭ്രാന്തിയോടെ ഓടിച്ചെന്ന് മാമിൻ്റെ കയ്യിൽ പിടിച്ചു ചോദിച്ചു. മാമ, എന്താ പറ്റിയേ? ഉമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ? സംസാരിക്കും മാമ. പക്ഷേ മാമൻ റഷീദിനെ നോക്കുകയോ അവൻ്റെ ചോദ്യത്തിന് മറുപടി നൽകുകയോ ചെയ്തില്ല. മാമിൻ്റെ കണ്ണുകൾ ശൂന്യതയിലേക്ക് നോക്കി കരയുകയായിരുന്നു. റഷീദ് അടുത്തു നിന്ന് കാക്കയുടെ തോളിൽ തട്ടി വിളിച്ചു. അവരും പ്രതികരിച്ചില്ല. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് എല്ലാവരുടെയും മുന്നിലൂടെ നടന്നു. പക്ഷേ ആരും അവനെ കാണുന്നതേയില്ല. അവൻ ആൾക്കൂട്ടത്തിനിടയിലെ ഒരു അദൃശ്യ രൂപമായി മാറിയിരിക്കുന്നു. പെട്ടെന്ന് ICUവിൻ്റെ കനത്ത വാതിൽ തുറന്ന് ചീഫ് ഡോക്ടർ പുറത്തേക്ക് വന്നു. ബന്ധുക്കളെല്ലാവരും ഡോക്ടർക്ക് ചുറ്റും കൂടി. ഡോക്ടർ തൻ്റെ മാസ്ക് ഊരി അങ്ങേയറ്റം വിഷമത്തോടെ പറഞ്ഞു. ക്ഷമിക്കണം, 4 ദിവസമായി ഞങ്ങളുടെ പരമാവധി ശ്രമിച്ചു. തലച്ചോറിനേറ്റ പരിക്ക് അത്രയ്ക്ക് ഗുരുതരമായിരുന്നു. ഇൻറ്റേർണൽ ബ്ലീഡിംഗ് നടത്താൻ കഴിഞ്ഞില്ല. റഷീദ് ഇന്ന് നമ്മളോടൊപ്പമില്ല. ഡെത്ത് ടൈം 12:15 AM. റഷീദ് സ്തംഭിച്ചുപോയി. മരിച്ചത് ഉമ്മയല്ലേ? ഡോക്ടർ എന്താണ് തൻ്റെ പേര് പറയുന്നത്? അവർ ഭ്രാന്തമായി തലകുടഞ്ഞു. ഇല്ല, ഡോക്ടർക്ക് തെറ്റിയതാണ്. ഞാനിവിടെ ജീവനോടെ നിൽക്കുന്നുണ്ട്, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷേ ആ ശബ്ദം അവൻ്റെ തൊണ്ടയ്ക്കുള്ളിൽ തന്നെ ഒടുങ്ങി. അവൻ ഓടി ICUവിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ നടുവിലെ ബെഡിൽ ഒരു ശരീരം വെള്ള തുണി കൊണ്ട് പൂർണ്ണമായും പുതപ്പിച്ച് കിടത്തിയിട്ടുണ്ടായിരുന്നു.
റഷീദ് വിറയ്ക്കുന്ന കൈകളുടെ ആ വെള്ളത്തിന് പതിയെ മാറ്റി. അവിടെ കിടക്കുന്നത് അവൻ്റെ ഉമ്മയായിരുന്നില്ല. അവിടെ കിടക്കുന്നത് റഷീദിൻ്റെ സ്വന്തം ശരീരമായിരുന്നു. വിളറി വെളുത്ത ചോര വാർന്ന അവൻ്റെ സ്വന്തം ശരീരം. തൻ്റെ സ്വന്തം മൃതദേഹത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ റഷീദിൻ്റെ അടഞ്ഞുപോയ ഓർമ്മകളുടെ വാതിലുകളും ഓരോന്നായി തുറക്കപ്പെട്ടു. കഴിഞ്ഞ 4 ദിവസത്തെ യഥാർത്ഥ സത്യം അവൻ്റെ മുന്നിൽ തെളിഞ്ഞു. അന്ന് രാത്രി ഉമ്മയെ ഹോസ്പിറ്റലിലാക്കി തിരികെ വരുമ്പോൾ കനത്ത മഞ്ഞിൽ പള്ളിത്തോടിയുടെ ആ വളവ് തിരിഞ്ഞതും എതിരെ വന്ന ഒരു അമിത വേഗതയിലുള്ള ലോറി അവൻ്റെ ബൈക്കിലിടിക്കുകയായിരുന്നു. അപകടം നടന്ന ആ നിമിഷം തന്നെ, അതായത് രാത്രി 12:15 അവൻ്റെ ബോധം പോവുകയും അവൻ മരണപ്പെടുകയും ചെയ്തിരുന്നു. അവൻ അനുഭവിച്ച കാര്യങ്ങളെല്ലാം വീണ്ടും ഓർത്തു നോക്കി. ബൈക്ക് പെട്ടെന്ന് ഓഫായത് അവൻ്റെ മരണം സംഭവിച്ച നിമിഷത്തിൻ്റെ അടയാളമായിരുന്നു. മൂക്കിൽ വന്ന അസഹ്യമായ ജീർണിച്ച മണം അത് മറ്റാരുടെയും ആയിരുന്നില്ല. അപകടം നടന്ന റോഡരികിലെ ആരും കാണാത്ത വള്ളിപ്പടർപ്പുകൾക്കിടയിലേക്ക് തെറിച്ചു വീണ റഷീദിൻ്റെ സ്വന്തം മൃതദേഹം 4 ദിവസത്തോളം അവിടെ കിടന്ന് ചീഞ്ഞു തുടങ്ങിയതിൻ്റെ നാറ്റമായിരുന്നു അത്. ആ നാറ്റമാണ് ആത്മാവായ അവൻ സ്വന്തം ശരീരത്തിൽ നിന്ന് അനുഭവിച്ചത്. 4-ാം ദിവസമാണ് നാട്ടുകാർ അവൻ്റെ ബോഡി കണ്ടെത്തി ഹോസ്പിറ്റലിൽ എത്തിച്ചത്. പള്ളിത്തൊടിയിൽ കണ്ട മുഖമില്ലാത്ത സ്ത്രീ രൂപം അത് 20 വർഷം മുമ്പ് അവിടെ കൊല്ലപ്പെട്ട സ്ത്രീയുടെ ആത്മാവായിരുന്നില്ല. തൻ്റെ മരണസമയത്ത് തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന മരണദൂതൻ. താൻ മരിച്ചു എന്ന ക്രൂരമായ സത്യം പൂർണ്ണമായും തിരിച്ചറിഞ്ഞ നിമിഷം ICU മുറിയിലെ ലൈറ്റുകൾ ഓരോന്നായി കിടാൻ തുടങ്ങി. അന്തരീക്ഷം വീണ്ടും അന്ധകാരത്തിലായി. അവൻ്റെ മൂക്കിലേക്ക് ആ പഴയ ജീർണിച്ച മണം അതിശക്തമായി ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ തിരിച്ചു വന്നു. അവൻ പതിയെ തിരിഞ്ഞു. ICU മുറിയുടെ കറുത്ത കോണിൽ ആ വെള്ള വസ്ത്രം ധരിച്ച രൂപം വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവൾ പതിയെ അവളുടെ മുഖമുയർത്തി. ഇത്തവണ അവളുടെ മുഖത്ത് മാംസത്തിന് പകരം ചോര ഒലിക്കുന്ന റഷീദിൻ്റെ സ്വന്തം മുഖമായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ അവളുടെ അസ്ഥികൂടം പോലുള്ള കൈകൾ വന്ന് നേരെ നീട്ടി ചോര ചിതറിയ ഗംഭീരമായ ശബ്ദത്തിൽ പറഞ്ഞു, നിന്റെ സമയം കഴിഞ്ഞു റഷീദ്. ഇനി നിനക്ക് ഈ ലോകത്ത് സ്ഥാനമില്ല. വരിക. ഭയം കൊണ്ട് നിലവിളിക്കാൻ പോലും ആവാതെ റഷീദിൻ്റെ ആത്മാവ് ആ കറുത്ത ഇരുട്ടിലേക്ക് ആ രൂപത്തോടൊപ്പം മഞ്ഞുമേക്കുമായി ലയിച്ചു ചേർന്നു. പുറത്ത് മോണിറ്ററിൽ അവൻ്റെ ഹൃദയമെടുപ്പ് പൂർണ്ണമായും നിലച്ചതിൻ്റെ നീണ്ട ശബ്ദം മുഴങ്ങിക്കേട്ടു. ബീ